എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്ത് വീഡിയോ കൊണ്ടാണ് നമ്മൾ വേദിട്ട വരുന്നത്? അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നേരത്തെ തന്നെ എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നിയത് എല്ലാവരും ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. മുറ്റം അടിച്ചു, അതുപോലെ തന്നെ ഉള്ളടിച്ചു, ഇനി അലക്കിയെടുത്തു. പിന്നെ ഇങ്ങനെ അലക്കിയെടുത്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് സ്പിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ബാക്കി എല്ലാ പണിയും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കള പണികളൊക്കെ ഏകദേശം അമ്മയാണ് ചെയ്യാറുള്ളത്. അമ്മയാണ് പാചകങ്ങളും അതൊക്കെ ചെയ്യാറുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് സഹായിക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ അലക്കി വെച്ച തുണികളൊക്കെ സ്പിൻ ചെയ്യാനിടാം. അപ്പോൾ നമ്മൾ ദേവൂട്ടനെ ഉറങ്ങിയിട്ട് എണീച്ചിട്ടാട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം 8:30 ആയിട്ടുണ്ട്. ദേവൂട്ടനെ എണീച്ചിട്ടാണ്. ഇവിടെ ഭയങ്കര ഉറക്കമാണ്, നല്ല ഉറക്കം. അപ്പം ഇന്ന് സ്കൂളിൽ യൂത്ത് ഹോസ്റ്റലാണ്. അപ്പോൾ ദേവൂട്ടൻ പോകുന്നില്ല. ദേവൂട്ടന് ഒരു പരിപാടിക്കും കൂടിയിട്ടാണ്. അപ്പം നമ്മൾ വേദൂട്ടന് എന്തൊരു കുരുത്തക്കേടുവാ വേദൂട്ടന്. വേദൂട്ടാ ചിരിച്ച കുഞ്ഞി, പല്ല് കാണിച്ച കുഞ്ഞി, പല്ല് കൊടുത്ത കുഞ്ഞിരേ. അതാടെയാ പല്ലില് പല്ല് തേച്ച കുഞ്ഞി. ഉമ്മ കൊടുത്ത എല്ലാവർക്കും ഉമ്മ കൊടുത്ത ഉമ്മ ഫ്ലൈങ് കിസ് കൊടുത്ത കൊടുത്തേ. ഫ്ലൈങ് കിസ് കൊടുത്ത് കൊടുത്തേ. അപ്പം നമ്മൾ വേദിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം നല്ല ദോശയുണ്ട്. ദോശ നമ്മൾ വേദിട്ട മമ്മ നിന്നണ്ടാ? എടാ അതെയാ, നല്ല മമ്മോ എന്തേ? അയ്യോ പേടിപ്പിക്കുന്നത് വേദൂട്ടാ. നമുക്ക് പോവാം. തിന്നു മമ്മ തിന്നു. മല്ലേ അവൻ എന്നെ എടുത്തിട്ട് മെല്ലെ ഒരു മണിക്കൂറിനുള്ളിൽ ഈ അപ്പം ഒന്ന് തിന്നിട്ടാവും. അപ്പം നമുക്ക് അവനെ ഫ്രീ ആയിട്ട് വിടാം. ഇവനിങ്ങനെ യൂട്യൂബ് വെച്ച് കൊടുക്കണം. നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും പാട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ പാട്ട് വെച്ചാലേ ഇവൻ തിന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാട്ട് വെച്ചെടുക്കാം. വേദ മമ്മ തിന്നു വേണം. അപ്പം നമ്മളെ വേദിട്ട് ഇഷ്ടപ്പെട്ടിട്ടേ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഇങ്ങനെ ഒരു വെച്ചൊരു കൂക്കൽ വെക്കും. ഈ പാട്ട് മതിയാ? അപ്പോൾ അവന് ഈ പാട്ട് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതധികം ഡെയിലി വെക്കുന്ന പാട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ വേദിട്ടം തിന്നാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അവൻ തിന്നട്ടെ. ഇനി അടുത്ത പണി നമ്മുടെ വേദൂട്ടൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ദേവൂട്ടനെ എണീപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദേവൂട്ടൻ സ്കൂളില്ലാത്തത് കൊണ്ട് പോകാത്തത് കൊണ്ട് പിന്നെ കുറച്ച് വൈകിട്ട് തന്നെ എണീപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അധികം ഉറക്കിയത് അവനെ. അപ്പോൾ നമ്മൾ കുറേ അധികം എന്ന് വെച്ചാൽ 9 മണി വരെ ഒന്നും ഉറങ്ങാൻ പറ്റില്ലല്ലോ. നമുക്ക് വിഷമില്ലേ? ആ ഒരു ടൈമിന് ഫുഡ് കൊടുത്താലല്ലേ കുട്ടികളൊക്കെ ഉഷാറാവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവനെ വിളിച്ചു. ഇങ്ങനെ വേദിട്ടിട്ട് ചായ കൊടുക്കുന്ന ആ ടൈമിൽ ഞാൻ ഇവനെ പോയി വിളിച്ചു. എന്നിട്ട് ഇവന് ബ്രഷൊക്കെ കൊടുത്തിട്ട് ഇവന് തന്നെ ഏകദേശം എടുക്കും. ബ്രഷൊക്കെ എടുത്തിട്ട് പേസ്റ്റൊക്കെ അതിലൊക്കെ ഇതാക്കിയിട്ട് ഇവൻ തന്നെ പല്ലൊക്കെ തേക്കും. ഞാനൊന്നിനും കൂടണമെന്നൊന്നുമില്ല. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറ. അപ്പോൾ നമ്മൾ ദേവൂട്ടൻ വേഗം എണീച്ചിട്ട് പല്ലേച്ചിട്ട് ചായ കുടിക്കും അല്ലേ ഇപ്പോൾ? അല്ലേ? ആ പണിക്ക് വേഗം ദേവൂട്ട പല്ലേക്കാൻ തുടങ്ങിയല്ലേ? ഇത് ഏത് പേസ്റ്റ് ഉപയോഗിക്കുന്നേ നോക്കട്ടെ. അപ്പൊ നമ്മള് കോൾഗേറ്റിന്റെ വേദശക്തിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? മറ്റേ തീർന്നിപ്പോ ഒരു പുതിയതാണ്. പേസ്റ്റ് എടുക്ക്. ദേവൂട്ടനെല്ലാം അറിയാലേ? ദേവൂട്ട പേസ്റ്റ് എല്ലാം ഇറക്കണ്ട, എല്ലാം അറിയാലേ? ഇങ്ങോട്ട് നോക്കിയേ. അതിന് ദേവൂട്ടൻ വേഗം പല്ലേക്കട്ടാ. അമ്മ നേരത്തെ പല്ലേച്ചു, അമ്മ എണിച്ചപ്പാടെ പല്ലേച്ചു കേട്ടാ. അപ്പൊ കുഞ്ഞ് വേഗം പല്ലേക്കണം.
എന്നിട്ട് ചായ കുടിക്കാം കേട്ടോ നമുക്ക്. താങ്ക് യു. ബല്ലേ അലക്കി വെച്ച തുണികളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി വാഷിംഗ് മെഷീനിലിട്ടൊന്ന് സ്പിൻ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാട്ടോ വാഷിംഗ് മെഷീൻ. ഇപ്പോൾ LGൻ്റെ വാഷിംഗ് മെഷീനാണ്, ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ തുണികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി വാഷിംഗ് മെഷീനിലേക്ക് തുണികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം സ്റ്റാർട്ടിന് അടിച്ചു കൊടുക്കാം, എന്നിട്ട് സ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എത്ര പ്രാവശ്യം സ്പിൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ 5 പ്രാവശ്യമാണ് സ്പിൻ ചെയ്യേണ്ടത്. അപ്പോൾ 5 അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വാഷിംഗ് മെഷീൻ പിന്നെ സ്പിന്നിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റാണ് 5 തവണ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി നമുക്ക് അത് അടച്ചു കൊടുത്ത് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ഞെക്കി കൊടുക്കാം. നമുക്ക് 10 മിനിറ്റിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സ്പിന്നായിട്ടുണ്ടാവും. നന്നായിട്ട് ഏകദേശം വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ സ്പിന്നായിക്കൊണ്ടിരിക്കും, ഭയങ്കര സ്പീഡിൽ സ്പിന്നായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ദേവൂട്ടന് പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദേവൂട്ടന് ഇനി ചായയൊക്കെ കൊടുക്കാം. അപ്പോൾ അയാളെ നമുക്ക് വെച്ചിട്ട്, അപ്പോൾ ഇത് സാരി സ്റ്റാൻഡ് കേട്ടോ. സാരി സ്റ്റാൻഡിൽ പഴയ ഡ്രസ്സെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ നമ്മളത് വേദൂട്ടന് ഇത്രയൊക്കെ കഴിച്ചിട്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് മുഴുവനായിട്ട് കഴിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. അപ്പോൾ TV നോക്കിക്കൊണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ കൊമ്മിക്ക് കളിച്ചുകൊണ്ടുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ദേവൂട്ടന് എത്തിയിട്ടുണ്ട്. അപ്പം ദേവൂട്ടന് നമുക്ക് അപ്പവും അതുപോലെ തന്നെ പാലും കൊടുക്കാം. അങ്ങനെ ദേവൂട്ടന് അപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശയും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവന് എരിയുന്ന കറിയൊന്നും കൂട്ടില്ല. പിന്നെ കുറച്ച് പാലും, പിന്നെ എനിക്കാണെങ്കിൽ പിന്നെ പഴംപൊരി ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ദോശയുണ്ട്, പിന്നെ കുറച്ച് മീൻ കറിയും, പിന്നെ ചായയാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കട്ടെ. പിന്നെ നമ്മളെ വേദൂട്ടന് മുഴുവനായിട്ടൊന്നും കഴിച്ചിട്ടാ കേട്ടോ. അപ്പോൾ അവനിപ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോൾ എൻ്റെ മടിയിൽ വന്നിട്ടിരിക്കണം അവന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴെ നിൽക്കുന്നത്. അപ്പോൾ ദേവൂട്ടന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ കാർട്ടൂൺ വെക്കണം. പക്ഷേ നമ്മളെ വേദൂട്ടനാണെങ്കിൽ ഇങ്ങനെ കാർട്ടൂൺ സോങ്സ് അതുപോലെ തന്നെ പാട്ടുകളും മാത്രം മതിയേ. പക്ഷേ ദേവൂട്ടനാണെങ്കിൽ കാർട്ടൂൺ തന്നെ വെക്കണം. അപ്പോൾ നമ്മളുടെ ദേവൂട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമുണ്ട്, ബെർണാഡ് ബിയർ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ കാണട്ടെ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നുണ്ടോ? അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വാഷിംഗ് മെഷീനിലുള്ള തുണിയൊന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആറിടാൻ പോവാം. ഞാൻ ടെറസിലാണ് കേട്ടോ ആറിടൽ. ഇപ്പോൾ ടെറസിൽ കുറച്ച് അയക്കൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ തുണിയൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ വിരിച്ചിടുകയാണ്. ഇപ്പോൾ ദേവൂട്ടനായിട്ടാണ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ ദേവൂട്ടനെ അറിയാം, ദേവൂട്ടൻ പഠിച്ചു വരികയാണിപ്പോൾ. ഏകദേശം നല്ല വെയിലുണ്ടെങ്കിൽ ഈ തുണിയൊക്കെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണങ്ങി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ആകാശത്ത് നല്ല മേഘാവൃതമായ ആകാശമാണ്. അപ്പോൾ ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇന്ന് ഭയങ്കര ഗ്ലൂമിയാണ്. അപ്പം നമുക്ക് അതിനെ ഫുള്ള് വിരിച്ചിടാം. ഇനി അടുത്തൊരു പണിയെന്ന് വെച്ചാൽ നമ്മുടെ വേദൂട്ടന് വേണ്ടിയിട്ട് മുത്താറി കുറുക്ക് ഉണ്ടാക്കിയാണ്. അപ്പോൾ മുത്താറി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഗോതമ്പും ചേർക്കാം കേട്ടോ. കുറച്ച് ഗോതമ്പും ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പാൽ പോർന്നിട്ടാണ് ഞാനത് കുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലൊക്കെ പോർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കഷ്ണമോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഞങ്ങളുടെ കുറുക്കൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വേദൂട്ടന് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ചൂടോടുകൂടിയൊന്നും കൊടുക്കൂല, ലൈറ്റ് ഒരു ഇളം ചൂട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് മറ്റുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലൈറ്റ് ചൂടാകുമ്പോഴത്തേനും ഞാൻ വേദൂട്ടന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുത്താറി. അപ്പോൾ നോക്കിക്കോ, അവൻ ഫസ്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ അവൻ്റെ കളി നോക്കിക്കോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വേദൂട്ടന് ഇങ്ങനെയുള്ള കുറുക്ക് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ചെറിയ ആ ഒരു 6-7 മാസം ആ ഒരു ടൈമിൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഇവന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല, അങ്ങനെ തുർത്തി കൊടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇപ്പോൾ പിന്നെ അവനെ TV വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കാം എങ്ങനെ കഴിക്കുമെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പം മടി ഇങ്ങനെ കുട്ടികളെ തീറ്റിക്കുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ പാടിനെ അവർ കളിച്ചുകൊണ്ട് നിൽക്കും, പക്ഷെ കഴിക്കൂല നേരാവണ്ണം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡൊന്ന് വിരിച്ചെടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ വേദൂട്ടനും ദേവൂട്ടനും ഒക്കെ എണ്ണ തടി കൊടുത്തു. എണ്ണ തടിയിട്ട് നെക്സ്റ്റ് അടുത്തത് കുളിപ്പിക്കലാണ്. അപ്പോൾ എന്നെ കുളിപ്പിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ദേവൂട്ട നമുക്ക് കുളിക്കാം അല്ലേ? ഫുൾ അടിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ, കുളിക്കാൻ. അപ്പോൾ രണ്ടുപേരെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേദൂട്ടന് ഭയങ്കര വാശിയാണ്, വെള്ളത്തിൽ കളിക്കാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്തതിനാണ് ഇപ്പോൾ കരച്ചിൽ. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പർ ബോട്ടം ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ടൈമിൽ പിന്നെ ഈ ടേൽസിലായതുകൊണ്ട് നമുക്ക് മൂത്രമൊന്നും ഒഴിച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാവില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് രാവിലെ ഉറക്കൽ. അപ്പോൾ നമ്മൾ വേദൂട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് കുളിക്കണം. വേദൂട്ടൻ ഉറങ്ങിയിട്ടേ എനിക്ക് കുളിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ അവൻ എന്നെ ഒന്നിനും സമ്മതിക്കില്ല. നമ്മൾ വേദൂട്ടൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, കണ്ടില്ലേ, ഉറങ്ങി. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വേഗം കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വേദൂട്ടൻ എണീച്ചിട്ടൊന്നുമില്ല. ഇനി എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. പണികളെന്ന് വെച്ചാൽ എനിക്ക് ഫോണിൽ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടി വി കാണാനുണ്ട്. പിന്നെ അടുക്കളപ്പണികളൊക്കെ ഞാൻ പറഞ്ഞു അമ്മയാണ് ചെയ്യാന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അമ്മയെ എന്തെങ്കിലും സഹായിക്കണ്ട, അപ്പോൾ അങ്ങനെ അമ്മയെ സഹായിക്കണം. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ആ ചോറിന് എന്തൊക്കെ കറികൾ ഉണ്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് തന്നെ കാണാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കാണാം ഇനി. അപ്പോൾ ഞാനിങ്ങനെ മുടി കെട്ടിട്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ മുടി കെട്ടുന്നതെന്ന്. അപ്പോൾ ഞാനിങ്ങനെയാണ് കുളിച്ച് കഴിഞ്ഞാൽ ഇവിടെയായിരിക്കും മുടി ഇങ്ങനെ കെട്ടുക. മുടിയൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ തോർത്തോടെ ഇങ്ങനെ കെട്ടും. അങ്ങനെ ഉച്ചയായിട്ടുണ്ട്. നമ്മുടെ വേദൂട്ടന് എണീച്ചിട്ടുണ്ട്. അപ്പോൾ വേദൂട്ടനാണ് ഞാൻ ആദ്യം ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അതിലക്കറിയും കുറച്ച് ചോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേദൂട്ടന് അത് കൊടുക്കാം. അവന് ഒരു സ്ഥലത്തു നിന്ന് തന്നെ ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവൻ ഓരോരോ സ്ഥലത്ത് ഇരുന്നും കളിച്ചു, അങ്ങനെ ഫുഡ് കഴിച്ച് തീർത്തു. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ദേവൂട്ടനെ നേരത്തെ തന്നെ കൊടുത്തു. ദേവൂട്ടൻ കഞ്ഞിയാന്ന് കുടിച്ചത്. അപ്പോൾ ദേവൂട്ടൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പച്ചടിയും അതുപോലെ തന്നെ കക്കരിക്ക പച്ചടിയാണ്. അപ്പോൾ കക്കരിക്ക പച്ചടിയും പിന്നെ മുട്ട ഓംലേറ്റും പിന്നെ അയിലച്ചാറുമാണ് ഉണ്ടായത്. അയിലപ്പൂളും അയിലച്ചാറും. അപ്പോൾ നമുക്കതും കൂടി നന്നായിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിൽ ദേവൂട്ടൻ നന്നായിട്ട് TV നോക്കുന്നുണ്ട് കേട്ടോ, ഓരോരോ സ്റ്റോറീസൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ധനീഷേട്ടൻ വന്നു. അപ്പോൾ ധനീഷേട്ടനെ ഞാൻ ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. ഇനി പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ വേദൂട്ടൻ ഉറങ്ങിയേട്ടാ. ആ വേദൂട്ടൻ ഉറങ്ങിയ ടൈമിലാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയത്. എന്നിട്ട് ഇപ്പോൾ വേദൂട്ടൻ നല്ല ഉറക്കമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും ഉറങ്ങിയാലേ എനിക്ക് ചെറിയൊരു ഉച്ച ഉറക്കം കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനും ഉറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ. പിന്നെ അതിന് മുമ്പ് ആറിയിട്ട് എടുക്കണം, എന്താ വെച്ചാൽ മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുകളിലല്ല ആറിയിട്ടുള്ളത്. അപ്പോൾ വേഗം പോയിട്ട് ആറിയിട്ട് എടുത്ത് വന്നിട്ട് നമുക്ക് ഉറങ്ങാം ഒരു അരമണിക്കൂർ.
ഇതാ വേദുട്ടൻ ഉറങ്ങുന്നുണ്ടോ? വേദുട്ടൻ രണ്ടാമത്തെ ഉറക്കമാണിത്. ഇത് ഉച്ച ഉറക്കം. ഞാൻ ആറിയിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ദേവുട്ടൻ എൻ്റെ പിറകെയുണ്ട്. ദേവുട്ട, എൻ്റെ ക്യാമറമാൻ ദേവുട്ടൻ. എങ്ങനെ ദേവുട്ട, വെയിലുണ്ടോ? ചെറുതായിട്ട് വെയിലുണ്ടല്ലേ? പക്ഷെ മൂടിയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കാണുന്നില്ല ഒരു മഞ്ഞ പെയിൻ്റ് കൊടുത്ത്, അതാണ് അംഗൻവാടി. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് അംഗൻവാടി ഉള്ളത്. അങ്ങനെ സന്ധ്യയായി. അപ്പോൾ സന്ധ്യക്ക് വേദുട്ടനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദുട്ടനെ കണ്ടില്ലേ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാത്റൂമിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദേവൂട്ടനെ നേരത്തെ തന്നെ കുളിപ്പിച്ചു. അപ്പോൾ ദേവൂട്ടൻ അവൻ്റെ ടെൻറ്റ് എടുത്തിട്ട് കളിക്കുകയാണ്. അപ്പോൾ ടെൻറ്റ് ഞാൻ മുകളിലായിരുന്നു വെച്ചത്. അപ്പോൾ മുകളിൽ നിന്ന് അവൻ താഴേക്ക് കൊണ്ടുവന്ന് കളിക്കുകയാണ്. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ചായ കുടിക്കാം. ചായക്ക് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ളത് മിച്ചറും അതുപോലെ തന്നെ നമ്മുടെ കപ്പ് കേക്കില്ല, പൈനാപ്പിൾ കപ്പ് കേക്കുമാണ്. അപ്പോൾ ചായയും എനിക്ക് ഒരുപാട് ചായ എന്തായാലും വേണം. പക്ഷേ ഞാൻ കുറേ കാലം ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചായ. പിന്നെ വീണ്ടും ചായ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടില്ലേ പൈനാപ്പിൾ കപ്പ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് നല്ല നല്ലോണം കാഞ്ഞ പോലെ ആയിപ്പോയി. നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് പിന്നെ കാണാം. രാത്രി പയറുകഞ്ഞിയാണ് കുടിക്കുന്നത്. പയറുകഞ്ഞി നമുക്ക് ഇതൊക്കെ പോരാ. ഇപ്പോൾ ദേവൂട്ടന് വേണ്ടിയിട്ടാട്ടെ ഇത്. ദേവൂട്ടന് അത്രയും വേണ്ടിയോ? അല്ലേ ദേവൂട്ട, അത്രയും വേണ്ടിയല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ദേവൂട്ടനെ കുറച്ച് പയറുകഞ്ഞി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേവൂട്ടനെ കൊടുക്കാം അല്ലേ ദേവൂട്ടാ? ഓക്കേ, നമുക്ക് ദേവൂട്ടനെ കൊടുക്കാം. വാ ദേവൂട്ട, ടേബിളിലേക്ക് നടന്നോളൂ. ടേബിളിലേക്ക് പൊള്ളും ടേബിളിലേക്ക് നടക്കണേ. പോ, ഉള്ളിലേക്ക് നടക്കും. ഇപ്പൊ നമ്മൾ പയറുകഞ്ഞി ടേബിളിൽ വെച്ചു. ഇപ്പൊ ദേവൂട്ടൻ എവിടെ ഇരിക്കൂ? ദേവൂട്ടൻ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാനെന്തെങ്കിലും ചേട്ടനും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പയറുകഞ്ഞിയും മുട്ട ഉരുക്കിയതും അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാറുമാണ്. അപ്പോൾ നമ്മളത് കൂട്ടിയിട്ട് ചോറ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലോ അതുപോലെ മെസ്സേജിലോ പറയാവുന്നതാണ്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.